സംസ്ഥാനത്ത് പശ്ചാത്തല മേഖലയിൽ നിരവധി വികസനം സാധ്യമാക്കിയതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച ഡിപ്പോപ്പടി ചെങ്ങറമുക്ക് റോഡ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിരവധി പാലം, കെട്ടിടം, റോഡ് എന്നിവ നിർമ്മിച്ചു. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന BMBC രീതിയിലാണ് റോഡ് നിർമ്മിച്ചത്. 5 വർഷത്തിനുള്ളിൽ 50% പൊതുമരാമത്ത് റോഡുകൾ BMBC നിലവാരത്തിലാക്കണമെന്ന ലക്ഷ്യം 60%-ത്തിലെത്തി. റോഡ് നവീകരണ പ്രവൃത്തിക്ക് 35,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നീക്കിവച്ചത്. ബജറ്റ് ഫണ്ടിന് പുറമെ കിഫ്ബി, നബാർഡ്, റീബിൽഡ് കേരള, CRIF പദ്ധതിയുടെ ഭാഗമായി റോഡ് വികസനം കൂടുതൽ കാര്യക്ഷമമാക്കി. 5 വർഷം കൊണ്ട് 100 പാലം എന്ന ലക്ഷ്യം 150-ലെത്തി. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളുടെ വികസനത്തിന് ഫ്ലൈഓവർ, ബൈപ്പാസുകൾ എന്നിവ സാധ്യമാക്കി. പൊതുമരാമത്ത് വകുപ്പിന്റെ 528 പദ്ധതികൾക്കായി കിഫ്ബിയിലൂടെ 46,145 കോടി രൂപ അനുവദിച്ചു. വളരെ സന്തോഷകരമായ ഒത്തുചേരലാണ്. നേരിട്ട് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഔദ്യോഗികമായ മറ്റ് ഉത്തരവാദിത്തങ്ങൾ കാരണം നേരിട്ടെത്താനായില്ല. നമ്മുടെ സംസ്ഥാനം പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ വലിയൊരു കുതിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിലുണ്ടായത്. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോൾ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിനൊരു കുഴപ്പമുണ്ടാകില്ല, പക്ഷേ ചെലവ് കൂടുതലാണ്. അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA അധ്യക്ഷത വഹിച്ചു. BMBC നിലവാരത്തിൽ 2.5 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം. കോർണർ സ്റ്റോൺ സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല രാജശേഖരൻ, വൈസ് പ്രസിഡന്റ് G. ബാബുരാജ്, അംഗങ്ങളായ ദിലീപ് ഉദിമൂട്, പ്രസന്നകുമാരി, J. രഞ്ജിത്ത്, വാർഡംഗം സാബു P. എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെന്നി പുത്തൻപറമ്പിൽ, PWD റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുന്നൂസ്, റാന്നി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോമി J. ചിങ്ങംപറമ്പിൽ, വിവിധ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി.